ഹലോ, എല്ലാവർക്കും നമ്മുടെ പത്രമാറ്റ് സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടുവല്ലോ, അനാമികയും വേണുവും കൂടെ ചേർന്നിട്ട് അനന്തപുരി തറവാട്ടിലെ എല്ലാവരും മുത്തശ്ശനെയും മുത്തശ്ശി ഉൾപ്പെടെ കോടതി കയറ്റാനായിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷെ അതിൽ നമ്മുടെ ജലജേനെയും ജാനകീനെയും മാത്രം ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അവർ എല്ലാ കാര്യത്തിനും നമ്മുടെ അനാമികയുടെ ഒപ്പം നിൽക്കുന്നത് കൊണ്ട് ജലജേനെയും ജാനകീനെയും മാത്രം അവോയ്ഡ് ചെയ്യാണ്. അങ്ങനെ കേസിനെ കുറിച്ച് സംബന്ധിച്ച് ജാനകിയും ജലജയും ദേവയാനിയും കൂടെ നിൽക്കുകയാണ്. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, ഞങ്ങളെ രണ്ടുപേരും ഒഴിവാക്കിയിട്ടാണല്ലോ അനാമിക കേസ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊക്കെ അവളുടെ അടുത്ത് പെരുമാറിയത് ആ രീതിയിലാണ്. അവൾ വന്നത് തൊട്ട് പോകുന്നവരെ നിങ്ങളുടെയൊക്കെ പെരുമാറ്റ രീതി അതായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ പെരുമാറുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ആ രീതിയിലാണ് പെരുമാറിയെന്ന് പറയുന്നത്. നമ്മുടെ അമ്മയുടെ പേരും കൂടെ അവൾ എന്തിനാണ് ചേർത്തത്? അമ്മ അവളോട് ഇന്ന് വരെ സ്നേഹത്തോടല്ലാണ്ട് അമ്മ പെരുമാറിയിട്ടുണ്ടോ അതോ എന്ന് ചോദിച്ചു. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഇവിടെ എല്ലാം ഈ തറവാട്ടിൽ എല്ലാം ആദർശ് എന്ത് തെറ്റ് ചെയ്താലും അത് ശരിയാണ്, നയന എന്ത് തെറ്റ് ചെയ്താലും അത് ശരിയാണ്. അപ്പോൾ ദേവയാനി പറഞ്ഞ് അതിനൊക്കെ എന്തെങ്കിലും ശരിയുണ്ടാവും, അല്ലാണ്ട് ചുമ്മയല്ല. ഇപ്പോൾ ആദർശ് എന്ത് തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറൊരു കാര്യം ഉണ്ടാവും. അപ്പോൾ എന്ത് പറഞ്ഞാലും ഏട്ടത്തിക്ക് അതിൻ്റേതായ ന്യായങ്ങളുണ്ടാവുമെന്ന് ജലജയും ജാനകിയും പറഞ്ഞ് തർക്കിക്കുകയാണ്. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ തന്നെയാണ് അവരെല്ലാവരും നിൽക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു അനീനെയും കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ കിട്ടുന്ന സമയത്ത് രണ്ടുപേരും പോയി അപ്പോൾ മിണ്ടാനും കാണാനും ഒക്കെ ആയിട്ടുള്ള ഓരോ സ്പേസ് കണ്ടെത്തി അങ്ങനെ കറങ്ങി നടക്കുകയാണ്. ആ സമയത്ത് നന്ദു ഒരു സ്ഥലത്ത് ആളൊഴിഞ്ഞ സ്ഥലത്ത് നിന്നപ്പോൾ അനി കടന്നു വരികയാണ്. എന്നിട്ട് അനി കടന്നു വന്നപ്പോൾ അനിയുടെ മുഖം വാടിയിരിക്കുകയാണ്. അപ്പോൾ നന്ദു ചോദിച്ചു, എന്ത് പറ്റി അനി, നിൻ്റെ മുഖം ഒരു വലയ്മ പോലെ എന്തു പറ്റിയെന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് അനി പറഞ്ഞു, ഇന്നതുപോലെ അനാമിക ഇങ്ങനെ എല്ലാവരെയും ചേർത്ത് കോടതിയിൽ കയറ്റാനുള്ള പരിപാടിയാണ്, അത് കേസ് കൊടുത്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പം നന്ദുവിന് അങ്ങോട്ട് ദേഷ്യം വരികയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, എല്ലാത്തിനെയും കൊണ്ടുവന്ന് സ്റ്റേഷനിലിട്ട് രണ്ട് കൊടുത്താലും അനിയെന്ന് നന്ദു ചോദിച്ചു. വേണ്ട, നമുക്ക് ഇനിയിപ്പോൾ ഈ സമയത്ത് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, കേസിൻ്റെ പോക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കട്ടെ. എന്തായാലും മുത്തശ്ശനും ആദർശേട്ടനും അച്ഛനും ഒക്കെ ഒരേ പിടിയിൽ തന്നെ നിൽക്കണത്, അവരെത്രത്തോളം പോകുമെന്ന് നോക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെ അവർ നിൽക്കണമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികയും നമ്മുടെ വേണുവും കൂടെ വക്കീലുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കോടതിയിൽ വരുമ്പോൾ സംസാരിക്കേണ്ടെന്ന് കാര്യങ്ങളൊക്കെ, അതായത് വക്കീൽ എഴുതി ചേർത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ബൈഹാർട്ട് ചെയ്തിട്ട് വേണം അനാമികയോട് കോടതിയിൽ സംസാരിക്കേണ്ടതെന്ന് വക്കീൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് നല്ല ഇമോഷനായിട്ട് എത്രത്തോളം കരഞ്ഞ് കോടതിക്ക് ബോധ്യം വരുമോ ആ രീതിയിൽ കരഞ്ഞു വേണം കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വേണു പറയുന്നുണ്ട്, ഇതൊക്കെ ചെയ്താലും സാറേ നമുക്ക് അവസാനം വല്ല ഗതി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വക്കീൽ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെ എൻ്റെ മുമ്പിൽ കിടന്ന് ആ അനന്തമൂർത്തി കാണിച്ച ഷോയ്ക്കുണ്ടല്ലോ എനിക്ക് ഇന്നും തരിച്ച് വരിക, അത് എന്തായാലും ഞാൻ കോടതിയിലിട്ട് അയാളെ ഞാൻ പൊരിക്കും എന്ന് തന്നെ വക്കീൽ പറയുന്നുണ്ട്. അപ്പോൾ വേണു പറയുന്നുണ്ട്, ഇപ്പോഴും എൻ്റെ ആ അടിയിലെ വേദന ഇതുവരെയും മാറിയിട്ടില്ല, എന്തായാലും എനിക്കത് കാണണം, കാരണോത്തിയും ഒക്കെ കോടതിയിൽ കയറ്റി ഇറക്കണം. അപ്പോൾ എന്തായാലും അനാമിക പറഞ്ഞു, ഇനി എന്ത് പ്രശ്നം വന്നിരുന്നാലും കേസ് പിൻവലിക്കുന്ന പരിപാടി എന്തായാലും ഇല്ല എന്ന് തന്നെ അനാമിക പറയുന്നുണ്ട്. അപ്പോൾ വക്കീൽ അവർക്ക് വേണ്ടുവോളം ഉപദേശങ്ങളും എന്തൊക്കെ പറയണം, എന്തൊക്കെയാണ് ഏത് രീതിയിൽ പറയണം എന്നൊക്കെ ഉള്ളത് അവരെ രണ്ടുപേരെയും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചതിന് ശേഷം അവർ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി കാറിലോട്ട് കയറാൻ വരുന്ന സമയം നമ്മുടെ അനിയും നന്ദുവും കൂടെ അനാമികയുടെ വീട്ടിലോട്ട് വരാൻ വേണ്ടി തന്നെ ഇരുന്ന് അവർ ബൈക്കിൽ വന്ന് അവരുടെ ഫ്രണ്ടിൽ വന്നങ്ങ് ഇറങ്ങുകയാണ്. ഇറങ്ങിയപ്പോഴത്തേക്കും അനാമികയ്ക്ക് അങ്ങോട്ട് ദേഷ്യം സഹിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇത്രയും ധൈര്യമോ എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ഇമാതിരി പെർഫോമൻസ് കാണിക്കാൻ. അപ്പോൾ വന്ന് നിന്ന ഉടനെ തന്നെ നന്ദു ഹെൽമെറ്റ് ഊരി മാറ്റിയിട്ട് അനാമികയുടെ വേണുവിൻ്റെ മുമ്പിലോട്ട് ചെന്നിട്ട് പറഞ്ഞു, നന്ദു നല്ല ഡോസ് അങ്ങ് കൊടുക്കേണ്ട കേട്ടോ, എടി നീ എന്ത് കണ്ടിട്ടാണ് നീ കിടന്ന് ആടണേ, നിന്നെ
നിന്നെ നിൻ്റെ വീട്ടുകാരെ മൊത്തത്തിലുണ്ടല്ലോ പിടിച്ചിട്ട് ഞാൻ ജയിലിൽ കയറ്റി അടിച്ച് പിരിക്കും എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. അപ്പോൾ അനി നന്ദുവിൻ്റെ തോളിൽ ചേർത്തൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ട് പറയും, നീ ഇനി കേസ് കൊടുക്കുമ്പോൾ ഇതും കൂടെ ചേർത്ത് അങ്ങോട്ട് കൊടുത്തോളാൻ പറയുന്നുണ്ട്. എന്നിട്ട് നന്ദു അനി അങ്ങോട്ട് ചേർന്ന് നിൽക്കുകയാണ്. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, അതെ ഇനി ആരെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ അതും കൂടെ അറിയിക്കുക. കാര്യം നിൻ്റെ ഈ തന്തയുണ്ടല്ലോ വേണു, എവൻ്റെ മുമ്പിൽ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അത് പത്രത്തിലിടുന്ന പോലെയാണല്ലോ, അതൊന്ന് പത്രത്തിലിട്ട് പരക്കുന്ന പോലെ പരക്കാൻ വേണ്ടി തന്നെ നിൻ്റെയൊക്കെ മുമ്പിൽ ഞങ്ങളിങ്ങനെ നിൽക്കുന്നത്. അപ്പം അനാമിക പറയുന്നുണ്ട്, നീയൊക്കെ എന്ത് ഷോ കാണിച്ചാലും എനിക്ക് എന്നാന്ന് ചോദിക്കുന്നുണ്ട്. എടി നീ എത്രത്തോളം കാണിക്കാൻ പറ്റും അത്രത്തോളം നീ കാണിച്ചോടി, എനിക്ക് ഒന്നുമില്ലടി എന്ന് അനിയും പറയുന്നുണ്ട്. നീ കണ്ടോ ഞാൻ കെട്ടിയ താലിയും ആയിട്ട് നിൻ്റെ മുന്നിൽ വന്ന് ഞാൻ നിൽക്കൂടി, ഞാനും നന്ദും, നീ അത് കാത്തിരുന്നോളാൻ പറയുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ട് അനാമികയ്ക്കാണെങ്കിൽ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്താ ഏതാ എങ്ങനെയെന്നൊക്കെയുള്ള ആ ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മുടെ വേണു അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, അതെ നിങ്ങൾക്ക് ചെയ്യാൻ, നിങ്ങൾ കല്യാണം കഴിക്കുകയോ എന്തുകൊണ്ടോ ചെയ്തോ, അതിനിപ്പോൾ ഞങ്ങളെന്താ വേണ്ടത്. അപ്പം നന്ദു കൊടുക്കുന്നുണ്ട്, ഇടോ താൻ വലിയ കുറയൊന്നും കുറയ്ക്കേണ്ട, താൻ ഈ ലോകം മുഴുവനും കടം മേടിച്ച് പലിശയ്ക്ക് പണം എടുത്തിട്ട് തിരിച്ചു കൊടുക്കുന്ന പരിപാടി തനിക്കില്ല. അവിടെ താൻ വലിയ കുറയ്ക്കലൊന്നും ഇവിടെ കിടന്ന് കുറയ്ക്കേണ്ട, കേസുകൾ വരാൻ കിടക്കണേ ഉള്ളൂ, താൻ കൗണ്ട് ചെയ്തിരുന്നോളാൻ പറയുന്നുണ്ട് നമ്മുടെ നന്ദു. അന്നാണ് എൻ്റെ കൈയുടെ തരിപ്പ് താൻ അറിയുന്നതെന്ന് വേണുവിനോട് പറയുന്നത്. പക്ഷെ അത് പറയുമ്പോൾ നമ്മുടെ വേണുവിൻ്റെ തല കുമ്പിട്ട് കുനിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് രണ്ട് നല്ല മാസ് ഡയലോഗ് അടിച്ചിട്ട് തന്നെയാണ് അനി നന്ദു അവിടെ നിന്ന് പോണത്. ഇതൊക്കെ കണ്ടിട്ട് അനാമികയ്ക്ക് ഇങ്ങോട്ട് വിറയ്ക്കുകയാണ്. എന്നുവെച്ചാൽ അവളെ മുമ്പിൽ നന്ദുവിനെയും കൊണ്ട് അനി വന്ന് പെർഫോം ചെയ്തത് അവൾക്ക് അങ്ങോട്ട് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനായിരുന്നു. അവൾക്ക് എത്രത്തോളം ഇതാക്കാൻ പറ്റുമോ ആ ഒരു രീതിയിൽ ദേഷ്യം പ്രകടിപ്പിക്കണം. അപ്പോൾ വേണു പറയുന്നുണ്ട്, മോളൊന്ന് സമാധാനപ്പെടും, നമ്മുടെ കേസ് എന്തായാലും കയറി വരട്ടെ, അന്ന് അവനെയൊക്കെ കാണിച്ചു കൊടുക്കാം എന്ന് തന്നെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേണുവും പിന്നെ അനാമികയും കൂടെ തീരുമാനിക്കുന്നുണ്ട്, ഇതിപ്പോൾ തന്നെ ആ CA സച്ചിദാനന്ദനെ പോയി ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമികയെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് നമ്മുടെ സച്ചിദാനന്ദനെ കാണാൻ വേണ്ടിയിട്ട് വേണു പോവാണ്. അങ്ങനെ സച്ചിദാനന്ദനെ പോയി കണ്ട ശേഷം പറയുന്നുണ്ട്, സാറേ ഇന്നും ഞങ്ങളുടെ മുന്നിൽ അവിടെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വന്ന് അവൻ അവിടെ വന്ന് നിന്നു. അപ്പോൾ അത് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ സാറ് ലോകത്ത് ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചു, പക്ഷേ ഇതുപോലെ ഒരു തീനെ സാറ് കല്യാണം കഴിക്കാൻ നിൽക്കേണ്ട. കാര്യം എന്ന് വെച്ചാൽ സാറിനെ ചീറ്റ് ചെയ്യണം, അവൻ്റെ കൂടെ കറങ്ങിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചിദാനന്ദൻ പറഞ്ഞു, എന്താണെങ്കിലും അനിയും നന്ദുവും തമ്മിൽ ചിലപ്പോൾ ഒരുമിച്ച് ഒരു ബൈക്കിൽ പോയെന്ന് വരാം, പക്ഷെ അതിനപ്പുറം അവരെ ബന്ധം പോവില്ല. കാര്യം നന്ദു ഒരു കുടുംബത്ത് പിറന്ന പെൺകുട്ടിയാണ്, അതെനിക്കറിയാം. സാറേ കുടുംബത്ത് പിറന്നതാണെങ്കിലും ശരി, കുടുംബത്ത് പിറക്കാത്തതാണെങ്കിലും ഈ പ്രേമം അങ്ങോട്ട് തലയ്ക്ക് മൂത്ത് കഴിഞ്ഞാലുണ്ടല്ലോ വലിയ പാടാണ്. സാറിനിപ്പോൾ ഏകദേശം അതാണ്. എൻ്റെ കാര്യം ഞാൻ അറിഞ്ഞതും കണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ സാറിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് സാറിൻ്റെ ഇഷ്ടം പോലെ തീരുമാനിക്കാം. പക്ഷേ സാർ ഒരു കാര്യം ഓർത്തോണം, കല്യാണം കഴിഞ്ഞാലും സാറിൻ്റെ ഭാര്യയെല്ലിൻ്റെ എണ്ണ ഒന്ന് എടുത്ത് വെക്കണത് വളരെ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വേണു കുറേ ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും നിശ്ചയം ഞങ്ങൾ നിശ്ചയിച്ച സമയത്ത് തന്നെ നടത്തുമെന്ന് നന്ദുവിൻ്റെ അമ്മയും അച്ഛനും ഏട്ടത്തിമാരും എല്ലാവരും തീരുമാനിച്ചിരിക്കുക. അതുപോലെ എൻ്റെ വീട്ടിൽ എന്തായാലും അതിനൊന്നും ഒരു മാറ്റവും വരില്ല. ഇനി അനി എന്ത് പെർഫോമൻസ് കാണിച്ചിരുന്നാലും എനിക്കതൊന്നും വിഷയമല്ല എന്ന് സച്ചിദാനന്ദൻ പറയുന്നുണ്ട്. ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ സ്വന്തമാക്കുകയും ചെയ്യും, സ്വന്തമാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിദാനന്ദൻ പോവാണ്. അപ്പോൾ സച്ചിദാനന്ദൻ ഇങ്ങനെ പോണ കണ്ട രംഗം ഇങ്ങനെ നമ്മളെ വേണു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എൻ്റെ വേണു സ്വയം പറയുന്നുണ്ട്, മണ്ടന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊരു മണ്ടനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല എന്ന് നമ്മുടെ വേണു പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇന്നത്തെ ഒരു സീന് ഇത്രയൊക്കെയാണ് നമ്മുടെ പത്രമാറ്റ് സീരിയലിൽ വരുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഓരോ ദിവസത്തെയും പ്രൊമോ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നതാണ്. ഇന്നിപ്പോൾ നമ്മുടെ സമയത്തിലൊരു ചെറിയ ചേഞ്ച് വന്നു, എൻ്റെ മോള് ഹോസ്പിറ്റലൈസാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ടൈമിൽ ചെറിയൊരു വ്യത്യാസം വന്നത്. കൃത്യം എല്ലാ നാളെ മുതൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഞാൻ കൃത്യമായിട്ട് തന്നെ ഇടാൻ നോക്കും. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ ഹൈപ്പും കൂടെ ചെയ്യണം. ഇതുവരെയും നമ്മുടെ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കൂടെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് കമൻറ്റ്
കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പത്തനംമാറ്റിൻ്റെ പ്രൊമോ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.